ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ് പാർട്ട് 3. സബ്ജക്റ്റ് വേർഡ് അഗ്രിമെന്റ് കൺകോഡ്. കൺകോഡിന്റെ പ്രാഥമിക നിയമങ്ങൾ യൂണിറ്റ് 1 നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. സിംഗുലാർ വേർബ്സ് റൂൾ നമ്പർ 1. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ. കൗ ഈറ്റ്സ്, കൗസ് ഈറ്റ്. റൂൾ നമ്പർ 2. പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പൊളിറ്റിക്സ്, ഫോണറ്റിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകളും ബില്ലിയാർഡ്സ്, ചെസ്, ടെന്നീസ് തുടങ്ങിയ ഗെയിമുകളും മംസ്, മീസിൽസ്, റിക്കറ്റ്സ്, എയ്ഡ്സ് തുടങ്ങിയ ഡിസീസുകളും സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ, ഫോണറ്റിക്സ് ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്. മംസ് ഈസ് എൻ ഡേഞ്ചറസ് ഡിസീസ്. റൂൾ നമ്പർ 4. കൺട്രീസ്, സിറ്റീസ്, കിങ്ഡംസ് ഇവയുടെ പേരുകൾ സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ, ഏതൻസ് ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ഗ്രീസ്. ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈസ് എ സൂപ്പർ പവർ. റൂൾ നമ്പർ 5. വൺ, someone, somebody, no one, nobody, anyone, anybody, everyone, everybody, anything, nothing, each, every ഇവ സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ, എവ്രിബഡി നോസ് ദി ആൻസർ. ഈച്ച് ബോയ് ഹാസ് ടു കം. എവ്രി ബോയ് ആൻഡ് എവ്രി ഗേൾ ബ്രിങ്സ് ലഞ്ച്. റൂൾ നമ്പർ 6. ഒരു സെന്റൻസ് ടൂവിൽ തുടങ്ങിയാലും ing തുടങ്ങിയാലും വേർബ് സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ, ടു ഹെൽപ്പ് അതേഴ്സ് ഈസ് ഈസി. ടു. സ്വിമ്മിങ് ഈസ് എ good exercise, ing. Rule number 7. One of, neither of, either of ഇവയ്ക്ക് ശേഷമുള്ള noun പ്ലൂറലും verb സിംഗുലറും ആയിരിക്കും. എക്സാമ്പിൾ, one of the boys has attended the function. Neither of them is happy. Rule number 8. പുസ്തകങ്ങളുടെ പേരുകൾ s-ൽ അവസാനിച്ചാലും സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ, Gulliver's Travels is an interesting novel. Rule number 9. News, information, luggage, baggage, furniture, food, scenery, cutlery, crockery, homework, money ഇവ സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ, ന്യൂസ് ട്രാവൽസ് ഫാസ്റ്റ്. ഈ വാക്കുകളോടൊപ്പം എസ് ഓർ es ഉപയോഗിക്കാറില്ല. റൂൾ നമ്പർ 10. അളവ്, തുക, ഉയരം, ഭാരം ഇവ കാണിക്കുന്ന വാക്കുകൾ സിംഗുലർ ആയിരിക്കും. 10 minutes has been given to each contestant. Rupees 8,000 is not a small sum. 15 kilometer is a good distance to walk. റൂൾ നമ്പർ 10. കളക്റ്റീവ് നൗൺസിന് ശേഷം സിംഗുലാർ വേർബ്. എക്സാമ്പിൾ, എ ഹേർഡ് ഓഫ് കാറ്റിൽ ഈസ് ഗ്രേസിംഗ്. എ ക്രൗഡ് ഓഫ് പീപ്പിൾ വാസ് സീൻ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഗേറ്റ്. റൂൾ നമ്പർ 11. ദിസ്, ദാറ്റ് സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ, ദിസ് ഈസ് മൈ ഷർട്ട്. ഓക്കെ, ലെവൽ 1. ബില്ലിയാർഡ് ഡാഷ് എ പോപ്പുലർ ഗെയിം. Billiard is a popular game. Naples dash a city in Italy. Naples is a city. Is ആണ്. On dash to do one's duty. On one's duty. On has. Yes, correct ആണ്. One has to do one's duty എന്നാണ്. Okay. Each of the boys dash scored good marks. Each of the boys has scored good marks. Yes, correct. Cycling dash a good exercise. Cycling is a good exercise. Okay. To err dash human. To err is human. Okay, ശരി. Either of them dash the answer. Either of them knows the answer. Singular ആണ് either. Okay. 39 steps dash an interesting novel. 39 steps is an interesting novel. Okay. The three musketeers dash an interesting book. The Three Musketeers is an interesting book. Okay, food dash scarce here. Food is scarce here. 6 feet dash a good height for a man. 6 feet is a good height for man. A flock of birds dash flying. A flock of birds is flying. Okay, അടുത്ത pronoun ആണ് pronoun. പേഴ്സണൽ പ്രോനോൺ ഏതൊക്കെയാണ്? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. റിഫ്ലക്സീവ് പ്രോനൗൺസ് ഓർ എംഫാറ്റിക് പ്രോനൗൺസ് ഏതൊക്കെയാണ്? മൈസെൽഫ്, അവർ സെൽഫ്, ഹിംസെൽഫ്, യുവർ സെൽഫ്, ഹെർ സെൽഫ്, ഇറ്റ് സെൽഫ്, ദം സെൽഫ്, യുവർ സെൽഫ്. ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് ഏതൊക്കെയാണ്? ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ഏതൊക്കെയാണ്? വൺ, സംവൺ, സംബഡി, നൺ, നോബഡി, എനിവൺ, എനിബഡി, എവ്രിവൺ. The examinations had to be dash wing to be a hartal. Put off എന്നാണ്. The exams had to be put off.
ഓക്കെ. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? ടു വെയർ എന്നാണ്, ധരിക്കുക എന്നാണ് അർത്ഥം. പുട്ട് ഓൺ. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ടു പോസ്റ്റ് പോൺ, മാറ്റിവെക്കുക എന്നാണ് അർത്ഥം. ഓക്കെ. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു എക്സ്റ്റിങ്ക്വിഷ്, അണയ്ക്കുക എന്നാണ് അർത്ഥം. പുട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ ടു ബിൽഡ് ഓർ സ്റ്റേ. പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടു ടോളറേറ്റ്, സഹിക്കുക എന്നാണ് അർത്ഥം. പുട്ട് ബൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സേവ് ആണ്, സമ്പാദിക്കുക എന്നാണ് അർത്ഥം. പുട്ട് ആൻ എൻഡ് ടു പറഞ്ഞാൽ എന്താണ്? ടു സ്റ്റോപ്പ് ഓർ അബോലിഷ്, നിർത്തലാക്കുക എന്നതാണ്. പുട്ട് ഫോർവേഡ് ടു സജസ്റ്റ്, നിർദ്ദേശിക്കുക എന്നാണ് അർത്ഥം. പുട്ട് അക്രോസ് ടു കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്തുക എന്നാണ് അർത്ഥം. പുട്ട് ഫോർത്ത് ടു യൂസ് ഓർ പ്രൊഡ്യൂസ് എന്നാണ് അർത്ഥം. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. വിൽ സീ നെക്സ്റ്റ് വീഡിയോ.